ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ആദംകുട്ടനെ കോട്ടപ്പുറത്ത് അമ്മ വീട്ടിൽ വന്നപ്പോഴുള്ള കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളാണ് കേട്ടോ ഒന്ന് പറയാൻ പോകുന്നേ. എഴുന്നേറ്റ ഉടനെ ഫ്രഷായി കുറച്ചു നേരം അവനിങ്ങനെ മുറ്റത്തോടെ ഓടി നടക്കും, കാറ്റും വെട്ടമൊക്കെ കൊണ്ട്. ഇന്ന് അവന് ഫേവറേറ്റ് ആയിട്ടുള്ള വെള്ളയപ്പാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. ചിലപ്പോഴൊക്കെ ഞാനത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് കൊടുക്കാറുണ്ട്. ഇപ്പതാ അവനത് തന്നെ പൊട്ടിച്ച് കഴിക്കുന്നുണ്ട്. അവൻ പറയുന്ന പൂച്ചക്കഥകളൊക്കെ കേട്ട് ഞാനും അവന്റെ കൂടെ കുറച്ചു നേരം ഇരുന്നു. ഞങ്ങൾ ഇന്ന് രണ്ടാളും കൂടെ കുറച്ച് രാവിലെ കാഴ്ചകൾ കാണാനായിട്ട് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് രാവിലേനെ മാത്രം സ്പെഷ്യലാക്കുന്ന കാഴ്ചകളില്ലേ, അപ്പുറത്തടുപ്പിന്ന് പുക വരുന്നതും കാക്കിരുന്ന് വിരുന്ന് വിളിക്കുന്നതും ഒക്കെ. അത് കഴിഞ്ഞ് നടന്നതാ മുറ്റത്തിന്റെ ഒരറ്റത്തായിട്ട് ഒരു ഒട്ടുപ്ലാവ് കാഴ്ച നിൽക്കുന്നിടത്ത് എത്തിയിട്ടോ. അതിൽ നിറയെ ചക്കകൾ കണ്ടിട്ട് ആദംകുട്ടന് ചെറിയൊരു പേടി തോന്നി. പിന്നെ പ്ലാവിനടുത്ത് കുറച്ചു നേരം നിന്ന് കഴിഞ്ഞപ്പോ ആ പേടിയൊക്കെ മാറിയിട്ടോ. അതിനെ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു. കയ്യില് മുള്ളു കുത്തുന്ന പോലെന്നൊക്കെ എന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. കയ്യിലൊരു ബാറ്റൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളുടെ നടത്തം. നടന്നതാ തോട്ടത്തിന്റെ അടുത്തെത്തി. ഇത്തവണ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. തോട്ടത്തിലെത്തിക്കഴിഞ്ഞാൽ ആദംകുട്ടൻ ഭയങ്കര തിരക്കായിരിക്കും. ഓരോ പൂക്കളെയും കണ്ട് ഓരോന്നിനോടും വർത്താനം പറഞ്ഞ് ചിലതൊക്കെ പറിച്ചെടുക്കാൻ നോക്കി, ചിലതൊക്കെ മണത്ത് നോക്കി. അവൻ പഠിച്ചു വെച്ച നിറങ്ങളൊക്കെ പറഞ്ഞ് ഇത് റെഡ് അല്ലേ അമ്മേ, ഇത് വൈറ്റ് അല്ലേ എന്നൊക്കെ. അതിനിടയില് ഒരു വിമാനം പോണതും അവൻ ചൂണ്ടി കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ. ആദംകുട്ടന്റെ ഭാഷയിൽ പറഞ്ഞ മനാനം. ഈ കുഞ്ഞുമക്കളെ ചുറ്റുപാടുകളൊക്കെ അറിഞ്ഞു വളരുമ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവര് സ്വയം കണ്ടെത്തി പറഞ്ഞു തരുമ്പോ ഞങ്ങൾ അമ്മമാർക്ക് കുറച്ചൊന്നല്ല കേട്ടോ സന്തോഷം. പിന്നെതാ ഇതാണ് കേട്ടോ മുറികൂട്ടി ചെടി. മുറികൂട്ടിയല്ല, മുറി ഉണക്കാനായിട്ട് കേമനാണ്. ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ കുട്ടികൾ ഓടിക്കളിച്ച് കൈയും കാലൊക്കെ പരുക്ക് പറ്റുമ്പോ ഓടി വന്ന മുറികൂട്ടിയുടെ നീരെടുത്ത് തേക്കും. ഞാൻ ആദംകുട്ടനത് കാണിച്ചു കൊടുക്കായിരുന്നു. ആദംകുട്ടനാണെങ്കിലോ അവന്റെ കാലിലുണ്ടായിരുന്ന പഴയ ഒരു മുറിവ് ചൂണ്ടിക്കാണിച്ച് ഇവിടെയും തേച്ചു തരാം അമ്മയെന്ന് ചോദിക്കുകയാണ്. ഇതുപോലെ മുറികൂട്ടിയിലേക്കും പറയാനുണ്ടായിരിക്കും അല്ലേ ഒരുപാട് പേരുടെ മുറിവ് ഉണക്കിയ കഥകള്. അപ്പൊ പിന്നെ അടുത്ത വട്ടം കാണാട്ടോ.